അതേപോലെ ഇതേപോലെ ഡബിൾ മീനിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. ബിജു മേനോൻ സാർ ചെയ്തിരിക്കുന്ന ഒരു ബേബി എന്ന ക്യാരക്ടറിൽ ആറാടി തിമിർത്തുന്നു തന്നെ പറയാം. ഞാൻ ആക്ച്വലി തുണ്ട് കാണാനാണ് കയറിയത്. വളരെ നല്ലൊരു പടമാണ്. ബിജുചേട്ടൻ്റെ എന്താ പറയുക, ഒരുപാട് പോലീസ് സ്റ്റേഷൻ കണ്ടുള്ളിൽ ഇത് ഭയങ്കര അടിപൊളിയാണ്. കോമഡി എൻ്റർടൈനറാണ്. ഫാമിലി ഒക്കെ കാണാൻ പറ്റുന്നൊരു നല്ലൊരു പടമാണ്. അപ്പോൾ എല്ലാവരും അത് തിയേറ്ററിൽ വന്ന് കാണും. എന്താ ബിജുചേട്ടൻ എനിക്ക് തോന്നുന്നു കുറേ നാളായിട്ട് ബിജുചേട്ടൻ പോലീസ് സ്റ്റേഷനിലൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാം സീരിയസ് ക്യാരക്ടേഴ്സാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ഭയങ്കര വ്യത്യസ്തമാണ്. ഭയങ്കര കോമഡി എൻ്റർടൈൻമെൻ്റ് ആണ്. ചേട്ടൻ്റെ ഒരു ആ ഒരു കോമഡി ഫൺ ആയിട്ടുള്ളൊരു ബിജു മേനോൻ തിരിച്ചു വരവാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും തിയേറ്ററിൽ തന്നെ വന്നതാണ്. ഒരു ജസ്റ്റ് ലൈക്ക് ഇതിനകത്ത് ബിജുവൻ സാർ അല്ലെങ്കിൽ നമ്മൾ ഹോർഡിങ്സ് ആൻഡ് പോസ്റ്റേഴ്സ് കാണുന്ന പോലെ ഒരു വിചാരിക്കും പോലീസ് പടമാണ്. സോ അങ്ങനെ ഒരു പോലീസ് മൂവി എന്ന് പറയാൻ പറ്റാത്ത പോലെ തന്നെ പ്രത്യേകിച്ച് ഒരു ജോണ്ടർ നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റില്ല. ഒരു കോമഡിയാണ്, ബട്ട് ഇതിനകത്ത് ഒരുപാട് ത്രില്ലിംഗ് എലിമെൻറ്റ്സ് ഉണ്ട്, സസ്പെൻസ് എലിമെൻറ്റ്സ് ഉണ്ട്, ആൻഡ് അഫ്കോഴ്സ് ഒരു ഡാഡ് ആൻഡ് സൺ അവരുടെ കുറേ നല്ല അവരുടെ റിലേഷൻഷിപ്പിനെ കാണിക്കുന്ന രീതിയിൽ ഒരുപാട് സീൻസ് ഉണ്ട്. സോ കംപ്ലീറ്റ് പാക്കേജ് ആണ്. ഇന്നൊരു ജോണർ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. യു ഹാവ് ടു കം ആൻഡ് വാച്ച് ആൻഡ് എക്സ്പീരിയൻസ് ഇറ്റ് യുവർ സെൽഫ്. തുണ്ട് എന്ന സിനിമ ബിജു മേനോന്റെ നല്ലൊരു കോമഡി ചിത്രം. അതായത് ഈ മുമ്പ് ഇറങ്ങണ ഒരു വെള്ളിമുഖ ആ ലെവലൊക്കെ വരുന്ന ഒരു പടമാണ്. അതായത് ഫാമിലിക്കൊക്കെ ധൈര്യമായിട്ട് കയറാവുന്ന ഒരു ചിത്രമാണ് തുണ്ട്. ഇതേപോലെ ഡബിൾ മീനിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ആക്ടിവൈസ് നോക്കുകയാണെങ്കിൽ ബിജു മേനോൻ നല്ല കസറി നിൽക്കുന്നുണ്ട്. ബിജു മേനോനെ പോലെ തന്നെ ഷൈൻ ടോജൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതായത് പിന്നെ മെയിൻ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ തീർന്ന സംഭവം. അതൊക്കെ തിയേറ്ററിൽ തന്നെ ഇരുന്ന് ആസ്വദിക്കുന്നതാണ്. തുണ്ടെന്ന് പറഞ്ഞ ചിത്രം തീർച്ചയായിട്ടും പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ തുണ്ടിന് പ്രാധാന്യമുള്ളൊരു ചിത്രം തന്നെയാണ്. പഠിക്കുന്നൊരു പയ്യൻ്റെയും അതുപോലെ പോലീസ് സേനയിലെ ഒരു കോൺസ്റ്റബിളിൻ്റെ ഒരു കഥയാണ്. സിനിമ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് ചെയ്യിക്കുന്ന ഒരു ചിത്രമാണ് തുണ്ട്. തീർച്ചയായിട്ടും എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാൻ പറ്റിയ ഒരു നല്ലൊരു ചിത്രമാണ് തുണ്ട്. അതേപോലെ തന്നെ ബിജു മേനോൻ ചേട്ടൻ, നകുലൻ, അതേപോലെ തന്നെ സുന്ദർ പാണ്ഡ്യൻ, ഷൈജു ചേട്ടൻ, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. പേരെടുത്ത് ഷൈൻ ടോം ചാക്കോ, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അവരവരുടെ റോളുകളൊക്കെ ഭംഗിയാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു സിനിമ എന്നുള്ള രീതിയിൽ ആസ്വദിക്കാൻ പറ്റിയ ചിത്രം. നിത്യജീവിതവുമായിട്ട് ഇതിൽ ബന്ധമുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇതൊരു സിനിമയായി മാത്രം എടുക്കുക. എന്തായാലും ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ ഒരു നല്ല ചിത്രമാണ്. പിന്നെ പുതുതലമുറയ്ക്ക് ഇതിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ തുണ്ട് വെച്ചിട്ട് പരീക്ഷ എഴുതാനോ മറ്റുള്ള കാര്യങ്ങളിൽ ശ്രമിക്കരുത്. ഇത് സിനിമയായി മാത്രം എടുക്കുക. ഇതിൻ്റെ പരിതാപ ഫലം കാണിക്കുന്നത് എഴുതി പഠിച്ച് തന്നെ നിങ്ങൾ ജയിക്കണമെന്ന് തന്നെ എനിക്ക് പറയാം. ബിജു മേനോൻ സാർ ചെയ്തിരിക്കുന്ന ഒരു ബേബി എന്ന ക്യാരക്ടറിൽ ആറാടി തിമിർത്തുന്നു തന്നെ പറയാം. ചിരിച്ച് മണ്ണ് നോക്കുന്നൊരു സിനിമയാണ്. ഫുൾ ഫാമിലി പോലീസ് സ്റ്റോറിയാണ്. പോലീസ് സ്റ്റോറിക്ക് ഇത്രയും ഫണ്ട് ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചില്ല. ട്രെയിലർ കണ്ടപ്പോൾ കുറച്ച് തമാശ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ പ്രതീക്ഷയ്ക്കെല്ലാം അപ്പുറമാണ്. ഇതിൽ പാട്ടുകളാണെങ്കിലും കോമഡി രൂപത്തിലാണ് ഒരുക്കിയിരിക്കുന്നത്. ചിരിച്ച് ഞാൻ തിയേറ്ററിൽ നിന്ന് കൈയടിച്ച് ഇറങ്ങിപ്പോകാൻ തോന്നി. പക്ഷേ ഇറങ്ങിപ്പോകാൻ തോന്നിയില്ല. ആദ്യം അവസാനം വരെ കാണാൻ പറ്റുന്നൊരു സിനിമയാണ്. പിന്നെ ഇതിൽ നന്ദി പറയേണ്ടത് ഇതിൽ നിർമ്മാതാവോടാണ്. നിർമ്മാതാവ് ആസിഖ് ഉസ്മാൻ നല്ല രീതിയിലാണ് നിർമ്മാണം ചെയ്തുകൊണ്ടാണ് ഇത്രയും തിയേറ്ററിൽ കാണാൻ പറ്റിയത്. അപ്പോൾ ബിജു മേനോനും നമ്മുടെ ഷൈൻ ടോം ചാക്കോ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂവിൽ സെലിബ്രിറ്റീസാണ്. അപ്പോൾ അവരെ വെച്ച് നല്ല രീതിയിൽ തന്നെ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ നല്ല രീതിയിൽ തന്നെ ഷൈൻ ടോം ചാക്കോ സാറും ബിജു മേനോൻ സാർ ആറാടി തിമിർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പ്രേക്ഷകർ ഒരു ഫാമിലിക്ക് ഫണ്ട് വേണമെങ്കിൽ, കോമഡിയാണ് ഇഷ്ടമെങ്കിൽ ധൈര്യമായിട്ട് കാണേണ്ട സിനിമയാണ്. സീരിയസ് ഇഷ്ടപ്പെടുന്നവർ പ്രമേയം. ഓക്കെ.